ഈ വീഡിയോ KTU സ്റ്റുഡൻസിന് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ എസ്8ലുള്ള ഈ ഒരു ടോപ്പിക്ക്, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും ഉള്ളൊരു ബേസിക് നോളേജ് തരുന്ന, ബേസിക് മാത്രമല്ല അത്യാവശ്യം പ്രാക്ടിക്കലി ഉള്ള കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ KTUവിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഗിരിധരൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഇലക്ട്രിസിറ്റി ആക്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഒറ്റയടിക്ക് നമ്മൾ ആക്സ് മാത്രമായിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പല കൺഫ്യൂഷൻസും വരും. നമ്മുടെ ഡിസൈൻ എല്ലാം പഠിച്ചിട്ട് അതിൻ്റെ ഓരോ ശാഖകൾ പോലെ എന്നിട്ട് നമ്മൾ ഈ ആക്സിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഐഡിയ പരമായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ 2ൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഡിസൈൻ ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ. അപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻലി നമ്മുടെ ബിൽഡിങ് എങ്ങനെയൊക്കെ തരംതിരിക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെ സർവീസസ് ഉപയോഗിക്കാം, അപ്പോൾ അതിനെങ്ങനെയാണ് ഇലക്ട്രിക്കൽ പാർട്ട് അതിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് ബിൽഡിങ്ങിനെ 3 പാർട്ടായിട്ട് ചെയ്യാം. ലൈറ്റിംഗ് ആൻഡ് വെൻറ്റിലേഷൻ ഒരു പാർട്ട്, എയർ കണ്ടീഷനിങ് ഒരു പാർട്ട്, ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ ഒരു പാർട്ട്. അപ്പോൾ ഇതാണ് മേജർ ബിൽഡിംഗ് സർവീസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വരുന്നത്. ഇതുകൂടാതെ ചെറിയൊരു ഇതുണ്ട്, മറ്റേ ലെസർ എനർജി കൺസ്യൂം ചെയ്യുന്ന ചില ഓഡിയോ സിസ്റ്റംസ്, കോൾ ബെല്ല്, അങ്ങനെ ക്ലോക്ക് സിസ്റ്റംസ്, അങ്ങനെ പല പല സിസ്റ്റംസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൽ കമ്പാരിറ്റീവ്ലി ലെസർ എനർജിയാണ് അതിൽ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഇപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ഫയർ അലാം സിസ്റ്റവും CCTV അങ്ങനെയുള്ള ഇൻ്റർകോംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ആഡ് ഓൺ സർവീസുകളാണ്, നമ്മൾ മെയിൻ സർവീസിൻ്റെ കൂടെയുള്ള സർവീസാണ്. അപ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഇലക്ട്രിസിറ്റിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ലൈറ്റിംഗ് സർവീസ്. അതായത് അവിടുത്തെ എന്ത് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ ലൈറ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അത് ലൈറ്റ് ഉണ്ടെങ്കിലാണ് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ, ആൾക്കാരുടെ സേഫ്റ്റിയും അതുവഴി ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബിൽഡിങ്ങിന് പാകത്തിനുള്ള, അതായത് ഇപ്പോഴൊക്കെ കുറച്ചും കൂടി കലാപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് കെട്ടിടം ഒരു പെട്ടി പണിതിട്ടിട്ട് ചുമ്മാ അതിൽ ഏതെങ്കിലും കുറേ ട്യൂബ് അതൊന്നും ചെയ്യണതിന് പകരം നമ്മളിപ്പോൾ കുറേ കൂടി കലാപരമായിട്ട് അതിൻ്റെ അകത്ത് ആർക്കിടെക്റ്റിൻ്റെ യുക്തിയും ബോധമൊക്കെ യൂസ് ചെയ്തിട്ട് അതനുസരിച്ച് പ്രൊഫൈൽ ലൈറ്റിംഗ് പോലത്തെ ഉള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലും കൂടി ചെയ്യുക. അപ്പോൾ ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ബ്രൈറ്റ്നസ്സും കളർ പാറ്റേണും എല്ലാം നോക്കിയാൽ നമ്മുടെ ആ സ്പേസിന് ആവശ്യമുള്ള ലൈറ്റാണോ, ആവശ്യത്തിൽ കൂടുതൽ വരുത്, ആവശ്യത്തിൽ കുറവായി പോകരുത്, പിന്നെ അത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൊടുക്കുന്ന രീതിയിലാണോ, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ വിഷ്വൽ കംഫർട്ടും പിന്നെ അതുകൂടാതെ ഈ ഫ്ലിക്കർ പോലത്തെ ഇഷ്യൂസൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ലൈറ്റിംഗ് ഡിസൈനിൻ്റെ ഓൾറെഡി ഒരു ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സേഫ്റ്റിയുടെ പാർട്ടായിട്ടുള്ള എമർജൻസി ലൈറ്റിംഗ് സിസ്റ്റമൊക്കെ ഇതിൻ്റെ അകത്ത് ഡിസൈൻ പാർട്ടിൽ നമ്മൾ വരും. കാരണം UPS ബാക്കപ്പ് ഒക്കെ ഉള്ള സിസ്റ്റം വേണം. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ബ്ലാക്ക് ഔട്ടായി എല്ലാ സോഴ്സും പോയി, അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ രക്ഷപ്പെടാനൊക്കെ ആയിട്ടുള്ള അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ലൈറ്റിംഗ് ഡിസൈനിൻ്റെ ചില അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ട്രെയിൻ ഇല്ലാതെയും ആക്സിഡൻ്റ് ഇല്ലാതെയും വിസിബിലിറ്റി നല്ല രീതിയിൽ വരാനുള്ള രീതിയിൽ വേണം. വിഷ്വലി കംഫർട്ടബിൾ ആയിരിക്കണം, കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്ലെയറൊക്കെ അടിക്കുന്ന ലൈറ്റായി പോകരുത്. എന്ത് ടാസ്കും നമ്മൾ നല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഒരു നല്ലൊരു പ്ലസൻറ്റ് എൻവയോൺമെൻറ്റ്, അതായത് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഈ ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള പാർട്ട് എങ്ങനെയാണത് ചെയ്യണമെന്നൊക്കെയുള്ള ലൈറ്റിംഗ് ഡിസൈനിൽ നമ്മൾ പഠിക്കും. പിന്നെ വരുന്ന വെൻറ്റിലേഷനാണ്. അപ്പോൾ വെൻറ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ശുദ്ധവായു നമ്മുടെ ബിൽഡിങ്ങിൻ്റെ എൻവയോൺമെൻറ്റത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ വെൻറ്റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എയർ കണ്ടീഷൻ, പലരും ഈ എയർ കണ്ടീഷൻ വെൻറ്റിലേഷൻ നമ്മൾ കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ വെൻറ്റിലേഷൻ ഇൻ ദ സെൻസ് നമുക്ക് അവിടേക്ക് ശുദ്ധവായു എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു റൂമിലിരിക്കുന്നു, അവിടുത്തെ
അതേ വായു തന്നെ ഇങ്ങനെ അതിൻ്റെ അകത്ത് നമ്മൾ ശ്വസിച്ച് അതിൻ്റെ അകത്തേക്ക് കാർബൺ ഡൈഓക്സൈഡ് നമ്മൾ കൊടുത്ത് അങ്ങനെ ആ വായു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂറായി അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയി വരുവാണ്. അപ്പോൾ അതേ വായു തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് പുറത്തുനിന്ന് ഫ്രഷ് എയർ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ജനൽ വാതിലും എല്ലാം കൂട്ടിയിട്ടിട്ട് അവിടേക്കൊരു അവിടുത്തെ എയർ തണുപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വായുവിൽ ശുദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ ചെയ്യണം. ഫ്രഷ് എയർ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞ പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു KSRTC ബസ്സിലൊക്കെ മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ഷട്ടറൊക്കെ KSRTC ബസ്സല്ല ഏത് ബസ്സായാലും മഴക്കാലത്തൊക്കെ ഷട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് നല്ല തണുത്തൊരു എൻവയോൺമെൻറ്റാണ്. പക്ഷേ നമുക്ക് ഷട്ടറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നും. അപ്പോൾ അത് അവിടുത്തെ ഫ്രഷ് എയർ അവിടെ കിട്ടാത്തതിൻ്റെയും പിന്നെ ഹ്യൂമിഡിറ്റിയുടെയും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളൊരു പാർട്ടാണ് ഈ വെൻറ്റിലേഷൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിവിടെ നമ്മുടെ ബോഡി ഓർഡറും പിന്നെ മനുഷ്യൻ്റെ ഹീറ്റും ഇതെല്ലാം ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പാർട്ടാണ് ശരിക്കും ഈ പറഞ്ഞ വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്. വെൻറ്റിലേഷൻ പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. സാധാരണ ഇപ്പോൾ ഒരു ജനലും ഇതൊക്കെ ആണെങ്കിൽ നാച്ചുറൽ സപ്ലൈയും നാച്ചുറൽ എക്സോസ്റ്റുമാണ് വരുന്നത്. അതിൻ്റെ അത് നാച്ചുറലി എയർ വരുന്നു, നാച്ചുറലി എയർ പോകുന്നു. പിന്നെ നാച്ചുറൽ സപ്ലൈ മെക്കാനിക്കൽ എക്സോസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ സപ്ലൈ നാച്ചുറൽ എക്സോസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ സപ്ലൈ മെക്കാനിക്കൽ എക്സോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 4 രീതിക്കാണ് നമ്മൾ സാധാരണ വെൻറ്റിലേഷൻ സാധ്യമാക്കാറുള്ളത്. അപ്പം നാച്ചുറൽ സപ്ലൈ നാച്ചുറൽ എക്സോസ്റ്റ് നമുക്ക് ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ ബുദ്ധിപരമായ രീതിയിൽ നമ്മൾ ഈ കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കാറ്റ് തനത്താനം വരികയും നാച്ചുറലായിട്ടുള്ളൊരു ഫ്രഷ് എയർ തനത്താനം പോവുകയും ചെയ്യും. പിന്നെ നാച്ചുറൽ സപ്ലൈ ചെയ്തിട്ട് മെക്കാനിക്കൽ എക്സോസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ ഇപ്പോൾ ഇൻ കേസ് നമുക്ക് വിൻഡോസ് രാത്രിയൊന്നും നമുക്ക് തുറന്നു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വെൻറ്റിലേഷൻ ആ ടൈമിൽ ബുദ്ധിമുട്ടാവും. അപ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ നമ്മളൊരു അവിടുത്തെ എയറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ, പൊല്യൂട്ടഡ് ഇൻ ദ സെൻസ് നമ്മുടെ ശ്വസിച്ചിട്ടുള്ള ഒരു എയർ അല്ലെങ്കിൽ കിച്ചണിലേക്കുള്ള എയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മുടെ എക്സോസ്റ്റ് ഫാനൊക്കെ യൂസ് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ആ ഒരു അവസ്ഥയാണ് നാച്ചുറൽ സപ്ലൈയും മെക്കാനിക്കൽ എക്സോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എയർ ഇത്ര വെച്ച് കളയണമെന്നുണ്ട്, എയർ ചേഞ്ച് പെർ അവർ ഇത്ര വെച്ച് വേണം എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് കാണാം, അസംബ്ലി ഹോളിലൊക്കെ 8 to 12 പ്രാവശ്യം എയർ ചേഞ്ച് പെർ അവർ ചെയ്യണം. ബാങ്കുകളിലൊക്കെയാണെങ്കിൽ 6 to 10 പ്രാവശ്യം, റെസ്റ്റോറൻറ്റിൽ 18 to 20 പ്രാവശ്യം. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇത്തിരി എയർ ചേഞ്ച് ഇത്തിരി കൂടും. ഹോസ്പിറ്റലിൽ 8 to 12, കിച്ചണിൽ 10 to 20. അപ്പോൾ അങ്ങനെ എല്ലാ പാർട്ടും, ടോയ്ലറ്റിലൊക്കെ ആണെങ്കിൽ 15 to 20 പ്രാവശ്യം കളയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര എക്സോസ്റ്റ് ഫാൻ വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന റൂമിൻ്റെ വോളിയത്തിനെ ബേസ് ചെയ്ത വോളിയം മീറ്റർ ക്യൂബിലായിരിക്കും. അപ്പോൾ ആ വോളിയം ഈ പറഞ്ഞ എയർ ചേഞ്ച് പെർ അവറും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പ്രകാരം അതിന് പാകപ്പെട്ട ഒരു ഫാനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ ഈ ഒരു ടേബിളിൽ ഓരോ ഡിഫറെൻറ്റ് ഫാൻ കാണാം. ഫാനിൻ്റെ സാധാരണ സ്വീപ്പ് എന്ന് പറയുന്നത് 230 സ്വീപ്പ്, 600 സ്വീപ്പ് ഫാൻ, 1200 സ്വീപ്പ് ഫാൻ. ഇപ്പോൾ നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് 1200 സ്വീപ്പിൻ്റെ ഫാനാണ്, 1200 mm സ്വീപ്പുള്ള ഫാനാണ്. അപ്പോൾ അതിനേക്കാളും ചെറിയ ഫാനുകളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഓരോ ഫാനിൻ്റെ റെവല്യൂഷൻസ് പെർ മിനിറ്റ് സ്പീഡും കാണിച്ചിട്ടുണ്ട്, അത് എത്ര വാട്ട്സ് കൺസ്യൂം ചെയ്യുമെന്നും കാണിച്ചിട്ടുണ്ട്, അതിന് എത്ര സൗണ്ട് ഉണ്ടെന്നും കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൽ കൺസേൺഡ് ആയിട്ടുള്ളത് എത്ര എയർ ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, 3400 എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫാനാണെങ്കിൽ 760 എയർ വെച്ചാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. വലിയ ഒരു 600-ൻ്റെ ഫാനാണെങ്കിൽ 10450 വെച്ച് വരെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അത് 12 മീറ്റർ ബൈ 4.5 മീറ്റർ നീളം, വീതിയും, ഹൈറ്റ് 3 മീറ്ററും പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റാണ് കൊടുത്തേക്കുന്നത്. ജനറലി 3 മീറ്ററൊക്കെയാണ് വരാറ്, അതാണ് ആ ഒരു ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ മെക്കാനിക്കലി എക്സോസ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് എത്ര കപ്പാസിറ്റിയുടെ ഫാൻ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 162 ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റാണ് വോളിയം. അപ്പോൾ 162 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇത് ടേബിൾ നോക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ നേരത്തെ കണ്ട ടേബിൾ നോക്കുമ്പോഴത്തേക്കും
ടോയ്ലറ്റിൽ 15 to 20 പ്രാവശ്യമാണ് എയർ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് 20 തന്നെ കൂട്ടാം. ടോട്ടൽ എയർ 20. അപ്പോൾ 20 വെച്ച് 20ഉം വോളിയം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3240 മീറ്റർ ക്യൂബ് ഓഫ് എയർ ആണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ടേബിളിൽ നോക്കിയിട്ട് കണ്ടോ, ഇതിൽ ഫസ്റ്റ് ടേബിളിൽ നമ്മുടെ ടോയ്ലറ്റിൽ 15 to 20 വശമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 20 ഇൻറ്റു അവിടുത്തെ വോളിയം നോക്കുന്നു. പിന്നെ ഇതിൽ കറസ്പോണ്ടിങ്ങിൽ ഒരു ഫാൻ സെലക്ട് ചെയ്യുന്നു. 1400 ഉച്ചക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റിയ ഫാൻ 450 സ്വീപ്പുള്ള 720 RPM ഉള്ളൊരു ഫാനുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ അതനുസരിച്ചിട്ടാണ് 90 വാട്ടിൻ്റെ ഫാൻ സെലക്ട് ചെയ്തത്. അതിൻ്റെ നോയ്സ് ലെവലും കുറവാണ്, കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി മെക്കാനിക്കൽ സപ്ലൈ നാച്ചുറൽ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സീലിംഗ് ഫാനൊക്കെ എക്സാമ്പിളാണ് അതിൻ്റെ. നമുക്ക് ഫാൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി എക്സോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ വിൻഡോ ഓപ്പൺ ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ സീലിംഗ് ഫാൻ ഓൺ ആക്കുമ്പോഴത്തേക്ക് അവിടുത്തെ എയർ വലിച്ച് നമുക്ക് മെക്കാനിക്കൽ സപ്ലൈ ആണ്, വെൻറ്റിലേഷനാണ് ചെയ്യുന്നത്. എന്നിട്ടത് നാച്ചുറലി കുറച്ച് തന്നെ നമ്മൾ തിരിച്ചത് വിടുന്നൊന്നുമില്ല, നാച്ചുറലി അത് എക്സോസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ അതൊരു നല്ലൊരു എക്സാമ്പിളാണ് അതിന് പറ്റിയത്. അപ്പോൾ ഡിഫറെൻറ്റ് സീലിംഗ് ഫാൻ്റെ റേഞ്ച് വരുന്നുണ്ട്. 900 mm മുതൽ 1200 1500 mm സാധനങ്ങളുണ്ട്. അപ്പോൾ 1200-ൻ്റെ ഫാൻ സാധാരണ ഒരു റൂമിൻ്റെ ഒരു 25 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള റൂമിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലാർജർ റൂമാണെങ്കിൽ കുറച്ച് നമ്മൾ അതിന് മുകളിലുള്ള ഫാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ 6 മീറ്ററിനേക്കാളും വലിയ റൂമൊക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫാൻ യൂസ് ചെയ്യും. ചെറിയ ഫാനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 2 മീറ്റർ റേഞ്ച് ഉള്ള ഒരു ഡയമീറ്റർ ഉള്ളൊരു റൂമിലൊക്കെ ഉപയോഗിക്കണം നല്ലത്. ലാർജർ ഫാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3.5 മീറ്റർ വരെയൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവും. ഇനി നാലാമത്തെ വരുന്ന ഒരു മെക്കാനിക്കൽ സപ്ലൈ ആൻഡ് മെക്കാനിക്കൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ സപ്ലൈയും എക്സോസ്റ്റും എല്ലാം മെക്കാനിക്കലി നമ്മൾ ഇലക്ട്രിക്കൽ ഫാനൊക്കെ യൂസ് ചെയ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മില്ല്, ഫാർമസ്യൂട്ടിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എയർ കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, ഹോസ്പിറ്റൽ പോലെ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എയർ വരുന്നതും പോകുന്നതും എല്ലാം മെക്കാനിക്കലി കൺട്രോൾഡ് ആയിരിക്കും. പിന്നെ ഇതിൽ വേറൊരു ആസ്പെക്റ്റ് വരുന്നത് ക്ലൈമറ്റ് കൺട്രോൾ, അതായത് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ HVAC എന്നൊക്കെ പറയുന്ന ആ ഒരു ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതിൻ്റെ അകത്തുള്ള എയർ കണ്ടീഷനിങ്ങിൻ്റെ പാർട്ടിൽ വരുന്നതാണ് ഈ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് കൺട്രോൾ എന്ന എയർ കണ്ടീഷനിങ് എന്ന പാർട്ടിൽ നമുക്ക് ഈ പറഞ്ഞ അവിടുത്തെ ഹ്യൂമിഡിറ്റി അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. അത് ബിൽഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ബിൽഡിങ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ബിൽഡിങ്ങിന് എത്ര ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, ബിൽഡിങ് ഉപയോഗിച്ച മെറ്റീരിയൽ എല്ലാം ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വേറെ പല കാര്യങ്ങളും നോക്കണം. ആ ക്ലൈമറ്റ് എങ്ങനെ മാറുന്നു, സമ്മർ വിൻ്റർ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇടയിലുള്ള സീസണിലൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ഡേ ആൻഡ് നൈറ്റും എങ്ങനെയാണ് പോകുന്നത്, ഓരോ വീക്കെൻഡ്സിൽ എങ്ങനെയാണ്. അപ്പോൾ ഇൻ കേസ് ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ ബാക്കപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പോൾ അത് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു വേറെ ഡിസൈൻ പാർട്ടിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മൾ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ എത്ര പവർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡിസൈനിലേക്ക് ഫർദർ പോകേണ്ട, ലൈക്ക് MEP എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ടറിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇനി പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ, അത് ലിഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ലിഫ്റ്റ് അതിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം, ഫ്ലോർസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടാണ്. അതിൻ്റെ മെഷീൻ റൂം വയ്ക്കാനുള്ള സ്ഥലമുണ്ടെന്ന് വെച്ചാൽ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോട്ടർ യൂസ് ചെയ്തിട്ടാണ് ലിഫ്റ്റെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട്, പിന്നെ ഇലക്ട്രിക് സപ്ലൈ എങ്ങനെ കൊണ്ടുവരണം, ഒക്യുപ്പൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം, പിന്നെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് നോക്കും. പിന്നെ ഇതിൽ ഇതുകൂടാതെ മിനി സർവീസസ്, മൈനർ ബിൽഡിംഗ് സർവീസ് ആയിട്ടുള്ള ഫയർ അലാം, ഇലക്ട്രിക് ക്ലോക്ക്, CCTV, ഓഡിയോ സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം മുതലായ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കണം. ഓഡിയോ സിസ്റ്റത്തിൻ്റെ വേരിയസ് IS കോഡ്സ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫയർ അലാംസ് എല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം, പിന്നെ കോൾ ബെൽ സർവീസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ
ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ പവർ കൺസ്യൂമിങ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനിൻ്റെ ഇതിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ KTUവിൻ്റെ ഈ ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത്. എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് മനസ്സിലാക്കി പഠിക്കുക, ഒരു ലോജിക്കലി മനസ്സിലാക്കി പഠിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് പെട്ടെന്ന് ഇതിനെപ്പറ്റിയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഈസിയസ്റ്റ് പാർട്ടാണ് ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇലക്ട്രിക്കലിൽ പലതും പഠിക്കുന്നുണ്ടെങ്കിലും പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ KTUവിൻ്റെ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ബാക്കിയുള്ള പ്ലേലിസ്റ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ പലതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ഇത് തന്നെ ലിഫ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ HVAC എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു അതിൻ്റെ കുറേ ഡീറ്റെയിൽസ്, ഫയർ അലാം സിസ്റ്റത്തിൻ്റെ ഡിസൈൻ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ.